is the message of tonight. For God so loved the world that He gave His only begotten Son, that those who believe in Him will not perish. I cannot see the wind, എനിക്ക് കാറ്റ് കാണുവാൻ കഴിയുന്നില്ല. but I can feel the wind. എന്നാൽ എനിക്ക് ആ കാറ്റിനെ അനുഭവിക്കുവാൻ കഴിയുന്നു. The same way അപ്രകാരം തന്നെ Jesus said, യേശു പറഞ്ഞു, signs and wonders will follow those who believe. വിശ്വസിക്കുന്നവരോടൊപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും അവരെ പിന്തുടരും. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴയിൽ നടന്ന കാർണിവൽ ഓഫ് ജോയിയുടെ സന്തോഷ ഉത്സവത്തിൻ്റെ സന്തോഷം ഇതുവരെ മനസ്സിൽ നിന്ന് മായുന്നില്ല. കർത്താവ് ആ പട്ടണത്തിൽ മഹാസന്തോഷമയച്ചത്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. വിശ്വസിച്ച ആ പട്ടണത്തിലെ വ്യക്തികളിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോയി, രോഗികൾ സൗഖ്യമായി. അങ്ങനെ ആ പട്ടണത്തിൽ സന്തോഷമുണ്ടായി എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് തന്നെയാണ് മൂവാറ്റുപുഴയിൽ അനുഭവിച്ചത്. ഇപ്പോൾ നമുക്ക് മൂവാറ്റുപുഴയിൽ നടന്ന കാർണിവൽ ഓഫ് ജോയ് മീറ്റിംഗിലേക്ക് വീണ്ടും പോകാം. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. ചേർന്ന് പ്രാർത്ഥിച്ചു. പോരാ കർത്താവേ, we want to be deeper and deeper in you. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. കരങ്ങളെ ഉയർത്തി. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയാ, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, അവന്റെ ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ പേരായി തീരും. ഹല്ലേലൂയ. ഞാൻ ആഭ്യന്തര മന്ത്രിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ധനമന്ത്രിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരുവൻ മാത്രമേ അത്ഭുതങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നുള്ളൂ. അവന്റെ പേരത്രേ യേശു. അത്ഭുത മന്ത്രി എന്ന പേരുള്ളവൻ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവാ. ഒരു കാലത്ത് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായത് ഒരു വെറും പഴം പുരാണം പോലെ വായിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഒരു കാലത്ത് കുരുടരുടെ കണ്ണു തുറന്നു എന്ന് പറയുന്നത് ആരോ മിടുക്കന്മാർ ബൈബിളിൽ എഴുതി ചേർത്ത കഥയായി മാത്രം കരുതിയ വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്ന് രാത്രി ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? മരണത്തെ വിട്ട് പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു അത്ഭുതവാൻ ഉള്ളതിനാൽ ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ യേശുവേ എന്ന് വിളിക്കുന്ന നിമിഷം അവൻ ഇറങ്ങി ആ വ്യക്തിക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. ഇന്ന് രാത്രി 1 or 2 അത്ഭുതങ്ങളല്ല, ഇവിടെ എത്രയും പേരുണ്ടോ അത്രയും അത്ഭുതങ്ങൾ ചെയ്തിട്ട് എന്റെ യേശു പോകയുള്ളൂ. കരങ്ങൾ തട്ടി വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. അവൻ അത്ഭുത മന്ത്രി എന്ന് പേർ. അവൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ്
അത്ഭുതത്തിൻ്റെ വകുപ്പാണ്. ഇന്ന് രാത്രി ഒരു അത്ഭുതം വേണ്ടിയവരൊക്കെ ഒന്ന് കരമുയർത്തി കാണിച്ചാട്ട്. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് അത് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനൊരു വേദഭാഗം വായിക്കാൻ പോവുകയാണ്. ഒരു വലിയ അത്ഭുതമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നടക്കാൻ പോകുന്നൊരു വലിയ അത്ഭുതം. എനിക്ക് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നൊരു വലിയ അത്ഭുതം. എത്ര പേര് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്? കരമൊന്ന് ഉയർത്തി വീശി കാണിക്കാമോ? എന്നാൽ അത്ഭുതം കൊണ്ടേ പോകത്തുള്ളൂ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഒരു വലിയ അത്ഭുത സംഭവം, നടക്കാൻ പോകുന്ന ഒരു അത്ഭുത സംഭവം എഴുതിയിരിക്കുക. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. പ്രൈസ് ദി ലോർഡ്. യേശു എന്ന അത്ഭുതത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന വ്യക്തി ഒരു അത്ഭുതമായി മാറും. അവന്റെ കൈകളാൽ അത്ഭുതങ്ങൾ നടക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകപ്രസിദ്ധനായ ഒരു വാഗ്മിയും അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഫിലോസഫിക്കൽ നോളജ് ഉണ്ടായിരുന്ന ആളുമായ പൗലോസ്, സെന്റ് പോൾ സഭയെ ഉപദ്രവിച്ച ആളാണ്. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ, ബൈബിളിലെ പഴയ നിയമം, ക്രിസ്തുവിന് മുമ്പുള്ള ന്യായപ്രമാണത്തെ ഏറ്റവും പഠിച്ച വളരെ ജ്ഞാനിയായ ഒരു വ്യക്തി, ഒരു പരീശൻ, മഹാജ്ഞാനിയായ, ഗ്രീക്ക് തത്വജ്ഞാനങ്ങളിലെല്ലാം വളരെ വളരെ അറിവ് സമ്പാദിച്ച ഒരു മനുഷ്യനായിരുന്നു സെയിന്റ് പോൾ എന്നറിയപ്പെടുന്ന. പിന്നീട് സഭയെ ഉപദ്രവിച്ച വ്യക്തി യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ ജീവിതം ആകെ മാറി. സഭയെ ഉപദ്രവിച്ച വ്യക്തി സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറി. ഇന്ന് രാത്രി ഇവിടെ വന്ന ആരെങ്കിലും, എല്ലാവർക്കും തലവേദനയാണെങ്കിൽ ഇന്ന് യേശുവിനെ കണ്ടുമുട്ടി നിങ്ങൾ പോകുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹമായി മാറും. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കൾ. അങ്ങനെ ഈ മഹാജ്ഞാനിയായ വ്യക്തി കർത്താവിലായിത്തീർന്നു. അദ്ദേഹം യേശുവിനെ കുറിച്ച് ലോകമൊക്കെയും പറഞ്ഞപ്പോൾ 10,000 ലക്ഷക്കണക്കിന് പേർ യേശു കർത്താവിലേക്ക് വന്നു. എന്നാൽ ക്രിസ്തുവിൽ വന്ന ആ ആദിമ വിശ്വാസികളിൽ ചിലർ മരിച്ചു. അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി. അവർ ആ മരിച്ച അവരുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന് മുന്നിലിരുന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്തപ്പോൾ പൗലോസ് ശ്ലീഹ അവർക്കെഴുതിയ വേദഭാഗമാണിത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരു വീട്ടിൽ, ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. കർത്താവിനെ വിശ്വസിച്ച ഒരു വ്യക്തി ശരീരത്തിൽ മരിച്ചിരിക്കുന്നു. ആളുടെ ഡെഡ് ബോഡിയുടെ അരികിൽ നിന്ന് പറയുന്ന പോലെ വേണം ചിന്തിക്കാം. അവിടെ നിന്നുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയാണ്, അതിൻ്റെ 4:13 മുതൽ, അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മരിച്ചു പോയവരെ കുറിച്ച് ആ ഡെഡ് ബോഡി നോക്കിക്കൊണ്ട് പറയാണ്, ഈ കർത്താവിൽ വിശ്വസിച്ച, കർത്താവിൽ ആശ്രയിച്ച മരിച്ചുപോയ ഈ വ്യക്തിയുടെ ഭാവി നിങ്ങൾ അറിയാതിരിക്കരുത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വ്യക്തി ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിച്ച ഈ വ്യക്തിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ അറിയാതെ അതിയായി ദുഃഖിക്കരുത്. യെസ്, നിങ്ങളെ വിട്ടുപോയതിന് നിങ്ങൾക്ക് കരയാം, ദുഃഖിക്കാം. പക്ഷെ പ്രത്യാശയില്ലാത്ത ആൾക്കാരെ പോലെ, അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത ഒരാളെ പോലെ നിങ്ങൾ കരയണ്ട. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ കരയരുത്, വിലപിക്കരുത്. എന്നിട്ടാ അടുത്ത വാക്യം പറയുന്ന 14-ാം വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ. ഇവിടെ എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ കിട്ടാൻ ഇന്ന സഭയിൽ ചേരണം, ഇന്ന മതത്തിലാകണം എന്ന് ഈ വചനത്തിലില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ, ആമേൻ, ആമേൻ എന്ന ഒരു വലിയ കാര്യം വിശ്വസിച്ചാൽ സ്വർഗീയവിരുന്ന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കൂട്ടത്തിലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പറയുന്ന ഒരു വലിയ കാര്യം വിശ്വസിച്ചാൽ മരണം വിട്ട് ജീവനിൽ കടക്കും. നിത്യജീവന വ്യക്തിയുടെ സ്വന്തമായി തരും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ, അത്രയും വിശ്വസിച്ചാൽ നിങ്ങൾ ഒരു അത്ഭുത വ്യക്തിയായി മാറും. അതാണ് ഇന്ന് രാത്രി എൻ്റെ സന്ദേശം. അത്രയും വിശ്വസിച്ചാൽ നിങ്ങൾ ഒരു അത്ഭുത വ്യക്തിയായി മാറും. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, അടുത്ത വാക്യം,
അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും നമ്മുടെ മരിച്ചുപോയവരെയും ക്രിസ്തുവിൽ മരിച്ചവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ തിരിച്ചു വരുത്തും. എന്നിട്ട് തുറന്ന് പറയാ, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വേഗം വരാൻ പോവാ. തിരുവചനത്തിൽ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. യഹൂദൻ ലോകത്തിലെല്ലാം ചിതറും, അവൻ മടങ്ങി വരുന്നത് നിങ്ങൾ കാണും. ജാതിയോട് എതിർക്കുന്നത് കാണും. ക്ഷാമവും ഭൂകമ്പവും കേൾക്കും. കടലിളകി കരയിൽ വരുന്നത് നിങ്ങൾ കാണും. ഈ സംഭവങ്ങളെല്ലാം ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാവ്യാധികൾ സംഭവിക്കുന്ന കാണും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുന്നതും ഭൂമിയെ മുഴുവൻ വേവിച്ച് കളയാൻ വെന്ത് കളയാൻ തക്ക ആയുധങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നിങ്ങൾ കാണും. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുക. ഇത് കാണുമ്പോൾ ഓർത്തോണം, യേശു വേഗം വരാൻ പോവാ. ഒരു ക്രൈസ്തവ മതത്തിൻ്റെ അംഗമാകാൻ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചാൽ മതി. ഒരു പാസ്റ്ററുടെ മകനായോ ഒരച്ഛൻ്റെ മകനായോ പറഞ്ഞാൽ, ഒരു പള്ളിയിലെ അംഗമായാൽ ക്രിസ്തു മതത്തിൻ്റെ അംഗമാകാം. പക്ഷെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകണമെങ്കിൽ അതുകൊണ്ട് പറ്റില്ല. സ്തോത്രം. കുറഞ്ഞത് 2 അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ് കുറഞ്ഞത് 2 അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം. ചിലർ പറയുന്നത് അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് കളിപ്പീര, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത്ഭുതം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ഏറ്റവും മൗഢ്യം. അതാ പൗലോസ് പറഞ്ഞത്, മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചവരുണ്ടെങ്കിൽ മരണം നിങ്ങളെ തൊടില്ല. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ആരാ പറഞ്ഞു നിങ്ങൾ ചെറിയ വിശ്വാസിയാണ്? അതിഭയങ്കര വിശ്വാസിയാ. മരിച്ചു കടന്ന ഒരാൾ 3-ാം നാൾ എഴുന്നേറ്റു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ക്യാൻസർ സൗഖ്യമാകുന്നത് അതിലും ചെറിയ കാര്യമാണ്. ഒരു ആർത്രൈറ്റിസ് സൗഖ്യമാകുന്നത് അതിലും ചെറിയ കാര്യമാണ്. തകർന്ന നിന്റെ ഭവനം വിടുവിക്കപ്പെടുന്നത് അതിലും ചെറിയ കാര്യമാണ്. മരിച്ചടക്കപ്പെട്ട് എല്ലായിടത്തും എല്ലാവരും ദ്രവിക്കുമ്പോൾ ദ്രവിക്കാതെ ഒരുവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇന്ന് ആ നാമം വിളിക്കുന്ന നിമിഷം നിന്റെ അവസ്ഥ കർത്താവ് മാറ്റും. എന്തെന്നാൽ അവൻ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. കുറഞ്ഞത് 2 അത്ഭുതങ്ങൾ. ഒന്നാമത്തെ അത്ഭുതം കന്യകാ ജനനമാണ്. യേശു ജനിച്ച പോലെ ആരും ജനിച്ചിട്ടില്ല. യേശു ജീവിച്ച പോലെ ആരും ജീവിച്ചിട്ടില്ല. യേശു മൊഴിഞ്ഞ വചനങ്ങൾ പോലെ ആരും പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ മരണം പോലെ മറ്റാരും മരിച്ചില്ല. യേശുവിനെ അടക്കിയ പോലെ ഇവൻ വീണ്ടും ഉയർക്കുമെന്ന് പേടിച്ച് കല്ലറ സീൽ ചെയ്ത രീതിയിലുള്ളൊരു അടക്കം വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. യേശു കല്ലറയപ്പെട്ട് ഉയർത്ത പോലെ വേറെ ആരും ഉയർത്തിട്ടില്ല. ഇവിടുന്ന് പോയ ആരും യേശു വാനമേഘത്തിൽ വരാൻ പോകുന്ന പോലെ ഇനി വരാനും പോകുന്നില്ല. അവൻ അത്ഭുത മന്ത്രി. വിളിച്ചു പറ, അവൻ അത്ഭുത മന്ത്രി. ഏറ്റവും കുറഞ്ഞത് 2 അത്ഭുതങ്ങൾ. കന്യകാ ജനനം. ഒരു യൗവനയുക്തയായ ആ കന്യകയായ മറിയം പുരുഷന്റെ സ്പർശനം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്നത് മനുഷ്യബുദ്ധിയിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് സംഭവിച്ചു. ക്രിസ്തുവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. യേശുവിനെ ക്രിസ്തുവായിട്ട് ഇതുവരെ അംഗീകരിക്കാത്ത യഹൂദന്റെ പുസ്തകത്തിൽ എഴുതിയ വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ മട്ടാഞ്ചേരിയിൽ യഹൂദ പള്ളിയിൽ ചെന്ന്, ജൂയിഷ് സ്ട്രീറ്റിൽ ചെന്ന് അവിടുത്തെ യഹൂദന്മാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവർ പ്രതീക്ഷിച്ചതുപോലെ അവൻ രാജാവായല്ല വന്നത്. ഒരു ആശാരി കുടുംബത്തിൽ ഒരു സാധാരണ മനുഷ്യ പൈതലായി വന്നു. അവൻ്റെ നാമമത്ര യേശു. ചിലർ പറയുന്ന അത്ഭുതം എന്നൊന്നും നടക്കത്തില്ലെന്നാ. എന്നാൽ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ജനനം അത്ഭുതമായിരുന്നു. യേശുവിൻ്റെ ജനനം അത്ഭുതമായിരുന്നു. യേശുവിൻ്റെ മരിച്ച ഉയർപ്പും അത്ഭുതമായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും അത്ഭുതമായിരുന്നെങ്കിൽ യേശു ഉള്ളവരുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും അത്ഭുതമായിരിക്കും. മഴ മാറി നിൽക്കേണ്ടപ്പോൾ അവൻ മഴ മാറ്റിത്തരും. കണ്ണുകളെ തുറക്കേണ്ടപ്പോൾ അവൻ കണ്ണുകളെ തുറക്കും. എല്ലാ ശൂന്യമായ സ്ഥാനത്ത് അവൻ നിറവ് തരും. അടഞ്ഞ വാതിലുകൾ അവൻ തുറന്നു തരും. യേശുവിൻ്റെ കൂടെയുള്ള ജീവിതമാ ക്രിസ്തീയ ജീവിതം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ലോകത്തിലെ പല മഹാന്മാർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരത്ഭുതം വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ഒരു അത്ഭുത വ്യക്തിയായിട്ട് മാറ്റപ്പെടും. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് അവനിൽ ആദ്യം വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. മത്തായി വിശ്വസിച്ചില്ല, അതെ തോമസ് വിശ്വസിച്ചില്ല, പത്രോസ് വിശ്വസിച്ചില്ല, യോഹന്നാൻ വിശ്വസിച്ചില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം കൂടെ കണ്ടതല്ലേ, അരിമത്യ യോസഫിന്റെ കല്ലറയിൽ ഈ ജഡം കൊണ്ട് വെച്ചതല്ലേ, നമ്മുടെ സ്ത്രീകൾ അവന്റെ ശരീരത്തിൽ പരിമളതൈലം പൂശിയതല്ലേ നമ്മൾ കണ്ടത്.
കണ്ടതല്ലേ, ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചത് നമ്മൾ കണ്ടതല്ലേ, നമ്മളെല്ലാം വിലപിച്ചുകൊണ്ട് വീട്ടിൽ പോന്നതല്ലേ. ആ ആൾ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടെങ്കിൽ, വെള്ളിയാഴ്ച അടക്കപ്പെട്ടെങ്കിൽ, ശനിയാഴ്ച കല്ലറയ്ക്കുള്ളിലിരുന്ന് ഞായറാഴ്ച രാവിലെ ഈ ശിഷ്യന്മാർ ഭയന്നിരിക്കുമ്പോൾ, ആ സന്ധ്യയ്ക്ക് യഹൂദന്മാർ ഞങ്ങളെയും പിടിക്കുമോ, ഞങ്ങളെയും ക്രൂശിക്കുമോ എന്ന് ഭയന്നിരിക്കുമ്പോൾ അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എന്റെ കയ്യിൽ തന്നിരിക്കുന്നു. സാത്താനെ ഞാൻ തോപ്പിച്ചു, മാനവജാതിയുടെ ശത്രുവായ മരണത്തെ ഞാൻ തോപ്പിച്ചു, എല്ലാ ബന്ധനങ്ങളെയും ഞാൻ തോപ്പിച്ചു, മനുഷ്യന്റെ പാപത്തിന് ഞാൻ പരിഹാരം വരുത്തി, മനുഷ്യൻ ചെയ്യേണ്ടത് മുഴുവൻ ഞാൻ ചെയ്തു, മനുഷ്യൻ കൊടുക്കേണ്ട നേർച്ച മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തു, ഞാൻ ജയിച്ചു. മൂവാറ്റുപുഴയിലെ അനുഭവങ്ങൾ കഴിഞ്ഞിട്ടില്ല, വീണ്ടും തുടരുകയാണ്, ഈ എപ്പിസോഡ് തുടരുകയാണ്. എന്നാൽ അതിനിടയിൽ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇടയ്ക്ക് കയറി വന്നത്. അടുത്ത വ്യാഴാഴ്ച വീണ്ടും എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ ഞങ്ങൾ വരിക. അടുത്ത വ്യാഴാഴ്ച രാവിലെ, അതായത് ഡിസംബർ 20 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചവരെ നോർത്ത് പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു. കർത്താവ് കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ നിങ്ങളെ വിടുവിച്ചെങ്കിൽ, ഈ TV പ്രോഗ്രാം കണ്ട് നിങ്ങളെ വിടുവിച്ചെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളൊന്ന് വന്ന് അറിയിക്കണമേ. വലിയ വിടുതലുകൾ അനേകർക്ക് പകരട്ടെ. അതുപോലെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കും, പ്രയാസത്തിലിരിക്കുന്നവരെ വിടുവിക്കും. നിങ്ങൾക്കറിയാവുന്നവരെ കൂട്ടി വരണം. വലിയ വിടുതലായിരിക്കും നോർത്ത് പറവൂരിൽ കർത്താവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഏറ്റവും ഈ വർഷം ഇനി ഏറ്റവും വലിയൊരു മീറ്റിങ്ങിന് വേണ്ടി കേരളം മുഴുവൻ ഒരുങ്ങുകയാണ്. ലോകമെങ്ങുനിന്നും ജനങ്ങൾ വന്നുകൂടുന്ന ഒരു വലിയ മഹാസംഗമം ഡിസംബർ 31 പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പുതുവത്സര മീറ്റിംഗ് നടക്കുന്നു. കോട്ടയം നെഹ്റു സ്റ്റേഡിയം കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാക്ഡ് ആകുകയായിരുന്നു. ഈ വർഷം വലിയ ദൈവപ്രവർത്തികൾ കേരളമെങ്ങും നടന്ന അത്ഭുത വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ കോട്ടയത്ത് ഒന്നിച്ചണിനിരക്കുന്നു. ഡിസംബർ 31 തിങ്കളാഴ്ച വൈകിട്ട് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നമുക്ക് ഒന്നിച്ച് കാണാം. തങ്കു ബ്രദറും നമുക്കേവർക്കും ഒന്നിച്ചു കൂടാം. വീണ്ടും നമുക്ക് മൂവാറ്റുപുഴയിലെ ആ ശുശ്രൂഷകളിലേക്ക് മടങ്ങിപ്പോകാം. യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാനിതാ വീണ്ടും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും, എല്ലാവരും പറ സകല അധികാരവും, ഓർക്ക പറ സകല അധികാരം എൻ്റെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ, ആമേൻ. ആകയാൽ ശിഷ്യന്മാരെ പേടിച്ചിരിക്കാതെ നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി ഈ നല്ല വാർത്ത പറയണം. അടുത്തിരിക്കുന്നവരുടെ ശിഷ്യന്മാരെ പേടിച്ചിരിക്കാതെ ഭൂലോകമൊക്കെ പോയി ഈ ഒറ്റ വാർത്ത പറയണം. ഒരു മതപ്രചരണം നടത്താനല്ല നമ്മളെ വിട്ടത്, ഒരു വാർത്ത പറയാനാ. എന്താണെന്നറിയാമോ? എല്ലാ കല്ലറയും അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ തുറന്നിരിക്കുന്നു. 1-2 പേരോട് പറഞ്ഞ്, മതപ്രചരണത്തിനല്ല നിന്നെ വിട്ടത്, ഒരു വാർത്ത പറയാനാ. മനുഷ്യർക്ക് മുഴുവൻ സദ്വർത്തമാനം, ലോകത്തിലെ സകല ജനങ്ങൾക്കും ഭയം മാറ്റുന്ന ഒരു സദ്വർത്തമാനം. മരണത്തെ പേടിക്കണ്ട, ശാപത്തെ പേടിക്കണ്ട, പിതാക്കന്മാരുടെ അകൃത്യത്തെ പേടിക്കണ്ട, മന്ത്രവാദത്തെ ഇനി പേടിക്കണ്ട, അപ്പൻ ചെയ്ത പാപത്തെ പേടിക്കണ്ട, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെ പേടിക്കണ്ട. അതിന് മുഴുവൻ പരിഹാരം വരുത്തി ഒരുവൻ ഉയർത്തിരിക്കുന്നു. കോടികളുള്ളത് കൊണ്ട് അനുഗ്രഹം ഉണ്ടാകണമെന്നില്ല, ബംഗ്ലാവുകളുള്ളതുകൊണ്ട് അനുഗ്രഹം ഉണ്ടാകണമെന്നില്ല. യേശു വരുമ്പോൾ സന്തോഷവും സമാധാനവും ആയുസ്സും ആരോഗ്യവും സ്നേഹവും സന്തോഷവും ഐക്യതയും നിത്യജീവന്റെ പ്രത്യാശയുമുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം തരും. ഇന്നെൻ്റെ ഭവനം അനുഗ്രഹം നിറഞ്ഞൊരു ഭവനമായി കർത്താവ് മാറ്റി. താങ്ക് യു ജീസസ്. അതിനെക്കുറിച്ച് ആ ഡെഡ് ബോഡിയുടെ അടുക്കൽ നിന്നുകൊണ്ട് പൗലോസ് ശ്ലീഹ വിളിച്ചു പറയാണ്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ നീയും ഒരു അത്ഭുതമായി മാറ്റപ്പെടും. അടുത്തിരിക്കുന്ന ആളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറ, നീയും ഒരു അത്ഭുതമായി മാറ്റപ്പെടും. നിന്റെ വീടൊരു അത്ഭുതമായി മാറ്റപ്പെടും. നിന്റെ കരം തൊടുന്നിടത്ത് അത്ഭുതം നടക്കും. എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ മരിച്ചവനായിരുന്നു, ഞാനിതാ വീണ്ടും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്.
ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന മാർഗം അത്രേ വിശ്വാസ മാർഗം. ഉറക്കെ പറഞ്ഞാട്ടെ, വിശ്വാസ മാർഗം. റോമാലേഖനം 3:27 പറയുന്നു, പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ, കർമാചാരങ്ങൾ എല്ലാം പറഞ്ഞിട്ട് പൗലോസ് ശ്ലീഹ പറയാ, ആകയാൽ ഏത് മാർഗത്താൽ, കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. പഴയ നിയമം മുഴുവൻ 10 കൽപ്പനകൾ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ആചരിക്കണം, അവിടെ പോകണം, അവിടെ നേർച്ചയിടണം, യെരുശലേമിൽ പോകണം, ചെയ്യണം 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 ചെയ്യണം. അതാണ് കർമ്മമാർഗം. ഡു 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 ഡു. നീ അത് ചെയ്, നീ അങ്ങനെ പോയി, നീ അവിടെ കൊട്, നീ അങ്ങനെ ചെയ്, നീ ആചാരം ചെയ്, നീ അനുഷ്ഠാനം ചെയ്. ഇതാണ് ബൈബിളിലെ പഴയ നിയമം മുഴുവൻ. അതാണ് കർമ്മമാർഗം. എല്ലാവരും പറഞ്ഞാട്ടെ, കർമ്മമാർഗം. കർമ്മമാർഗം എന്ന് പറയുന്ന അറിയാമോ? നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നീ അനുഭവിക്കുക. അതാണ് ആവർത്തന പുസ്തകം 28 പറയുന്നു, നീ നന്മ ചെയ്താൽ നിനക്ക് നന്മ, നീ തിന്മ ചെയ്താൽ നിനക്ക് തിന്മ. നീ ഒരു തെറ്റും ചെയ്യാതെ നല്ലത് മാത്രം ചെയ്ത് ജീവിച്ചാൽ നിനക്ക് ഇന്ന അനുഗ്രഹമെല്ലാം കിട്ടും. പക്ഷേ പ്രമാണത്തിൽ ഒന്നെങ്കിലും ലംഘിച്ചാൽ ശാപം മുഴുവൻ നിന്റെ മേൽ വരും. അതാണ് ന്യായപ്രമാണം, കർമ്മമാർഗം. നീ ചെയ്തതിൻ്റെ ഫലം നീ അനുഭവിക്കുക. എന്നാൽ യേശു ഒരത്ഭുത മാർഗം തുറന്നു. അതാണ് വിശ്വാസ മാർഗം. അതെന്താണെന്നറിയാമോ? നിങ്ങൾ ചെയ്ത സകല കുഴപ്പത്തിൻ്റെയും ഫലം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ ക്രൂശിൽ മരിച്ച എൻ്റെ യാഗത്തിൻ്റെ നന്മ മുഴുവൻ നിങ്ങൾ ഏറ്റെടുത്തു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. നിന്റെ കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കും, എൻ്റെ കർമ്മത്തിന്റെ ഫലം നീ സൗജന്യമായി അനുഭവിക്കും. അതിനൊന്നും കൊടുക്കണ്ട, ചെയ്യണ്ട, ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുന്ന നിമിഷം രക്താംബരം പോലെ കടും ചുവപ്പായ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ജീവിതകാലം മുഴുവൻ മഹാപാപിയായി, ലോകത്തിന് മുഴുവൻ കൊള്ളരുതാത്തവനായി നശിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയാണെങ്കിൽ ഇന്ന് രാത്രി യേശുവേ അടിയനിതാ എന്ന് പറയുമ്പോൾ സകല പാപവും, നിന്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായാലും യേശുവിൻ്റെ രക്തം അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. അത് സ്വർഗീയവിരുന്ന് വരുന്നുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴല്ല, അവൻ തന്ന വിടുതൽ നിനക്ക് സൗജന്യമായി ലഭിക്കുക. ജസ്റ്റ് ബിലീവ്, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. യേശു ഒരിക്കലും ഇങ്ങനെ ഒരാളോട് പറഞ്ഞു, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. 1-2 പേരുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ മോൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ബൈക്കിൽ നിന്ന് വീണു. ഷോൾഡർ ജോയിന്റിൽ ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. ഡോക്ടർമാര് ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു, കൈ പൊക്കാൻ മേലായിരുന്നു. എന്നാൽ അതെ, ഞാനോർത്ത് തൊപ്പി എടുത്തോണ്ട് വരിക അല്ല, ബെൽറ്റ് ഇപ്പം ഊരിയതാണ്. ഊരിയതാ. അതുമായിട്ട് ഞാൻ ഓടി കയറി വന്നേ. ഓന്റെ ആരിലും ഇവിടെ വന്നിട്ടുണ്ടോ? അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും ഞാൻ വന്നേ. അവൻ ഓടിയാ വരുന്നത്. മോനെ എന്ത് സംഭവിച്ച? എന്തായിരുന്നു പ്രയാസം? ബൈക്ക് ആക്സിഡന്റിൽ വീണിട്ട് ഇവിടുത്തെ ഷോൾഡറിന് പൊട്ടലുണ്ടായിരുന്നു. എന്നാ ഈ ബൈക്ക് ആക്സിഡന്റ് ഉണ്ട്? കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്കായിരുന്നു ആക്സിഡന്റ് ഉണ്ടായത്. ആര് വണ്ടി ഓടിച്ചതാ? മോന്തിൻ്റെ വണ്ടി ഓടിച്ച് വേറൊരു വണ്ടി വന്നിടിച്ച് ഹോസ്പിറ്റലായിരുന്നു ഒരു ദിവസവും. ഇപ്പോൾ കൈ പൊക്കാൻ ഒട്ടും മേലാണ് ഇവിടെ വന്നത്. ഞങ്ങൾ സിസ്റ്ററുടെ ആകെ ഒന്ന് ജ്വലിച്ചാണല്ലോ നിൽക്കുന്നത്. എന്നും ആരാധനയ്ക്ക് വരുമ്പോൾ വിടുതലാകുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചാണ് ഞങ്ങൾ വന്നത്. ഒന്നോടൊന്ന് പറയാമോ? ആരാധനയെങ്കിൽ വിടുതലുണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, വലിയ മലയൊന്നും ചുമക്കണ്ട, വിശ്വസിച്ചാൽ മതി, അത്ഭുതം കാണുമെന്ന്. എല്ലാവരും വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് വരുന്നത്, കുഞ്ഞായിട്ട് വിശ്വസിച്ചാൽ. മോനെ, ഇപ്പൊ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? എൻ്റെ ബോഡി മൊത്തം തണുത്തു. എനിക്ക് ശരി വൈബ്രേഷൻ ഉണ്ടായിരുന്നു. യേശു തൊട്ടാ വൈബ്രേഷൻ ഉണ്ടാവും, പിന്നെ തണുപ്പുണ്ടാവും. എന്നിട്ട് എൻ്റെ കൈയൊക്കെ ഇപ്പോഴും വൈബ്രേഷൻ ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും വൈബ്രേഷൻ ആണോ? എന്നാ ഞാനൂടെ ഒന്ന് തൊടട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് കൈ പൊക്കാൻ മേലായിരുന്നു. ഞാൻ കൈ പൊക്കാൻ നോക്കി. ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. എന്തായി പപ്പ കാണിക്കുന്നേ? ഇത് പ്ലാസ്റ്റർ പോലെ ഇട്ടിരിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്നത്. And I believe
believe, and you're my healer, and I believe you are all I ഈ എല്ല് പൊട്ടിയ കാരണം കൈ ഒട്ടും പൊക്കാൻ പറ്റില്ലായിരുന്നു. ഈ എല്ല് പൊട്ടിയത് കാരണം കൈ ഒട്ടും പൊക്കാൻ പറ്റില്ലായിരുന്നു. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എവിടെ ചെയ്തേ? കൗതും ഹോസ്പിറ്റലിൽ ഫോട്ടോ വെച്ച് അവിടെയാണ് ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൈ ഒട്ടും പൊക്കാൻ മേലായിരുന്നു. കൈ എനിക്ക് യാതൊരു കുഴപ്പമില്ല. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കും. കുരുടരിൻ കണ്ണുകൾ തുറക്കും. വലത്തെ കൈയാണോ സൗഖ്യമായേ? വലത്തെ കൈ. എന്തിനാ യേശു സൗഖ്യമാക്കിയെന്നറിയോ? മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താൻ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഫോർട്ട് കൊച്ചിയിലെ ഒത്തിരി അച്ചായന്മാർ ഇവിടെ ഉണ്ട്. അവർ പണ്ട് വലത്തെ കൈ ഉപയോഗിച്ച് വല്ലവർക്കിട്ടും അടിച്ചുകൊണ്ടിരുന്നത്. ഇനി വലത്തെ കൈ ആരുടെ മേൽ അങ്ങനല്ല കൈ വെക്കാൻ പോകുന്നത്, ഇങ്ങനെ വെക്കണം. മോനെ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു സുവിശേഷകനാക്കും. മോനെ കർത്താവ് രാജ്യങ്ങളിൽ അയക്കും. മോന്റെ കൈകളാൽ അനേകരെ കർത്താവ് വിടുവിക്കും. കർത്താവ് പറഞ്ഞു, ഈ മോളെ കൊണ്ടും കർത്താവ് തന്നെ ചെയ്യിക്കും. ഈ കുടുംബത്തിന്റെ അവസ്ഥ കർത്താവ് മാറ്റുകയാണ്. യേശുവിൻ നാമത്തിൽ we bless this family in the name of Jesus. പ്രിയപ്പെട്ടവരെ, ഏത് മാർഗമാണ്? വിശ്വാസമാർഗം, കർമ്മമാർഗത്താലല്ല. വിശ്വാസമാർഗം എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്ത് തീർത്ത പ്രവൃത്തിയിൽ ഞാൻ ആശ്രയിക്കുന്നത് വിശ്വാസം. കർമ്മമാർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായി എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ സൽപ്രവൃത്തി, എൻ്റെ യാഗങ്ങൾ, എൻ്റെ വഴിപാടുകൾ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉപവാസം, ഇതുകൊണ്ടൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്ന എൻ്റെ കർമ്മത്തിൽ ആശ്രയിക്കുന്ന മാർഗം കർമ്മമാർഗം. വിശ്വാസമാർഗം എന്താണെന്നറിയോ? പുത്രനായ യേശു ക്രിസ്തുവിനെ തന്ന് നമ്മുടെ പാപത്തെ അവൻ വഹിച്ചു, നമ്മുടെ രോഗത്തെ അവൻ വഹിച്ചു. അവൻ നമുക്ക് വേണ്ടി ചെയ്ത് തീർത്തതിൽ ഞാൻ ആശ്രയിക്കുക, ഞാൻ ട്രസ്റ്റ് ചെയ്യുക, ഞാൻ എൻ്റെ വിശ്വാസം അർപ്പിക്കുക. അതാണ് വിശ്വാസമാർഗം. കർമ്മമാർഗത്തിൻ്റെ പ്രോബ്ലം, എൻ്റെ കർമ്മങ്ങൾക്ക് പരിമിതിയുണ്ട്, പൂർത്തീകരണമില്ല. എന്നാൽ യേശുവിൻ്റെ കർമ്മം ഫിനിഷ്ഡ് വർക്കാണ്. അതിൽ വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. കർമ്മമാർഗവുമായി ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഒരാളോട് ദൈവം പറയും, എന്നാൽ നീ ബാക്കിയും കൂടെ ചെയ്. എന്നാൽ കർത്താവിൻ്റെ ഫിനിഷ്ഡ് വർക്കിൽ ആശ്രയിച്ച ഒരാളോട് കർത്താവ് പറയും, എൻ്റെ എല്ലാ അനുഗ്രഹവും നിനക്ക്. ആ യേശു നിങ്ങളെയും വിളിക്കുന്നു. യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചു, രോഗസൗഖ്യമുണ്ട്, നിത്യജീവനുണ്ട്, പാപമോചനമുണ്ട്. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഇന്ന് നാം കേട്ട അത്ഭുത സൗഖ്യങ്ങളും വിടുതലുകളും നിങ്ങൾക്ക് കൂടെ ഉള്ളതാണ്. ഇതാർക്കും പ്രത്യേകം വെച്ചിട്ടുള്ളതല്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വരണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, നിത്യജീവൻ്റെ ഉറപ്പ് എനിക്ക് തരണമേ, എൻ്റെ രോഗസൗഖ്യമാക്കണമേ, ശാപത്തിൽ നിന്ന് വിടുവിക്കണമേ, സാമ്പത്തിക വിടുതൽ തരണമേ. നിങ്ങളുടേതാകാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവ് അറിയുന്നല്ലോ. ഈ നിമിഷം തന്നെ എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം അവരുടെ മേൽ നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആ രോഗി സൗഖ്യമാകട്ടെ. ആ ശ്വാസം മുട്ടുന്ന വ്യക്തി ഇപ്പോൾ വിടുതലാകട്ടെ. ആശുപത്രി കിടക്കയിലായിരിക്കുന്ന വ്യക്തി സൗഖ്യമാകട്ടെ. കർത്താവെ, രോഗപ്രയാസങ്ങളാൽ ഭാരപ്പെടുന്ന ഓരോരുത്തരെയും തൊടണമേ. സാമ്പത്തിക പ്രശ്നങ്ങൾ, കടഭാരത്തിൻ്റെ വിഷയങ്ങൾ, ജീവിക്കേണ്ട മരിച്ചാൽ മതി എന്ന് പറയുന്നവർ, കുടുംബ അസമാധാനത്തിൽ പ്രശ്നങ്ങളായിരിക്കുന്നവർ, വിദ്യാർത്ഥികൾ, കർഷകർ, ജീവിതത്തിൻ്റെ ഏത് തുറയിലുള്ളവരാണോ എന്നെ കേൾക്കുന്നത്, ഈ നിമിഷം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. കർത്താവെ, അവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാർ, പാസ്റ്റേഴ്സ്, ബിഷപ്പന്മാർ ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ. അവരുടെ ഹൃദയത്തിലെ ഭാരം എന്താണോ, അങ്ങയുടെ വേല ചെയ്യുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് വലിയ വേല ചെയ്യുവാൻ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ, അത്ഭുത വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ യേശു എല്ലാവർക്കും ഉള്ളതാണ്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. കർത്താവിനോട് ചേർന്നുള്ള സമൃദ്ധിയായ ജീവൻ ഈ ലോകത്തിൽ വെച്ച് തന്നെ ആസ്വദിക്കുക. ഈ ലോകത്തിനപ്പുറത്ത് നിത്യജീവന് നമ്മുടേതാണ് ക്രിസ്തുവിൽ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണും വരെയും കർത്താവ് തൻ്റെ മഹാകൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.